മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, മാമി തിരോധാന കേസിൽ DGPക്ക് അതൃപ്തി. DGP വിലക്കിയിട്ടും റിപ്പോർട്ടുകൾ ADGP വഴി അയച്ചു എന്നുള്ളതാണ്. SP ശശിധരനും കോഴിക്കോട് കമ്മീഷണറുമാണ് നിർദ്ദേശം അവഗണിച്ചത്. ഇരുവരോടും വിശദീകരണം തേടാൻ DGP നിർദ്ദേശം നൽകി. VV വിനോദ് നൽകും വിവരങ്ങൾ. ഒപ്പം MS അനീഷ് കുമാറും ചേരും കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ. ആദ്യം വിനോദിലേക്ക്. വിനോദ്, ഈ DGP ഇത്തരത്തിലൊരു അതൃപ്തി അറിയിച്ചുവെങ്കിൽ അതിലൊരു വലിയ കാര്യമുണ്ടല്ലോ. പ്രത്യേകിച്ചും DGP അറിയാതെ ADGP വഴിയൊക്കെ റിപ്പോർട്ട് കൈമാറുക, അത് വിലക്കിയിട്ടും അങ്ങനെ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ അത് പോലീസിലെ ഉന്നതർക്കിടയിൽ ഉണ്ടാകുന്ന ചേരിതിരിവിന്റെ കൂടുതൽ വ്യക്തത നൽകുന്ന ഉദാഹരണമല്ലേ? എൽദോ, മാമി തിരോധാന കേസ് അതിന്റെ തുടക്കം DGP നൽകിയിരുന്ന നിർദ്ദേശമാണ് ADGP വഴി ഈ കേസിന്റെ റിപ്പോർട്ടുകൾ മുകളിലേക്ക് അയക്കേണ്ട കാര്യമില്ല എന്നത്. അത് IG വഴിയോ DIG വഴിയോ അയക്കണം എന്ന നിർദ്ദേശമാണ് നൽകിയിരുന്നത്. ഈ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറും SP ശശിധരനുമാണ് ഈ രണ്ട് നിർദ്ദേശങ്ങൾ, അതായത് DIG വഴിയോ അല്ലെങ്കിൽ IG വഴിയോ അയക്കണമെന്ന നിർദ്ദേശം മറികടന്ന് ADGP വഴി റിപ്പോർട്ടുകൾ അയച്ചുകൊണ്ടിരുന്നത്. പിന്നീട് PV അൻവർ വലിയ ആരോപണം ഉന്നയിക്കുന്ന നിലയുണ്ടായി. മാമി തിരോധാന കേസിൽ ADGP MR അജിത് കുമാറിന് ബന്ധമുണ്ട് എന്ന വെളിപ്പെടുത്തൽ ഈ അടുത്തിടെ നടത്തുമ്പോഴാണ് മുൻ നിർദ്ദേശത്തിൽ വീഴ്ച വരുത്തിയതിന് നടപടിയെടുക്കാൻ ഇപ്പോൾ DGP തീരുമാനിച്ചിട്ടുള്ളത്. ഇരുവരോടും വിശദീകരണം തേടാൻ DGP നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാമി തിരോധാനത്തിൽ ADGPക്ക് ബന്ധമുണ്ട് എന്ന ഗുരുതരമായ ആരോപണമാണ് അൻവർ ഉന്നയിച്ചത്. സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായും മറ്റ് തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളുമായും ഒക്കെ അജിത് കുമാർ ഇടപെടുന്നു, ബന്ധപ്പെടുന്നു. അതിന്റെ തെളിവുകൾ തന്റെ കൈവശമുണ്ട്. മാമി തിരോധാനത്തിൽ പോലും MR അജിത് കുമാറിന് പങ്കുണ്ട് എന്ന ആരോപണം. അവിടെയാണ് ഈ റിപ്പോർട്ടുകൾ ADGP വഴി അയക്കേണ്ടതില്ല എന്ന നിർദ്ദേശം നേരത്തെ തന്നെ, ഈ വിവാദം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ DGP അത്തരമൊരു നിർദ്ദേശം നൽകിയിരുന്നു. അതായത് DGPക്ക് ചില സംശയങ്ങളോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള ചിന്തയോ പരാതിയോ ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാകണം ADGPയെ ഒഴിവാക്കി റിപ്പോർട്ടുകൾ അയക്കാൻ നിർദ്ദേശിച്ചത്. പക്ഷെ ആ നിർദ്ദേശം പാലിക്കാത്തതിന്റെ പേരിലാണ് ഇപ്പോൾ അതിൽ വിശദീകരണം തേടാൻ DGP നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എൽദോ, ഉറപ്പായും അത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. ഞാൻ MS അനീഷ് കുമാറിലേക്ക് കൂടി പോവുകയാണ്. അനീഷ്, ഈ കേസിൽ ADGPക്ക് പങ്കുണ്ട് എന്നുള്ളത് അത് PV അൻവർ MLA വെളിപ്പെടുത്തലായിരുന്നല്ലോ. അപ്പോൾ MR അജിത് കുമാറിനെ കൂടുതൽ ഇടപെടൽ നടന്നു എന്ന് ബോധ്യപ്പെടുത്തുന്ന തരത്തിലാണ് ഇപ്പോൾ VV വിനോദ് നൽകുന്ന ഈ വാർത്തയും. ഈ കേസിന്റെ ഒരു വഴികൾ എന്തായിരുന്നു അനീഷ് കുമാർ? എൽദോ, കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 22-നാണ് 2023 ഓഗസ്റ്റ് 22-നാണ് മാമിയെ നഗരമധ്യത്തിൽ നിന്നും കാണാതാവുന്നത്. എന്നാൽ ഇതിനുശേഷം പോലീസിൽ പരാതി നൽകിയെങ്കിലും അന്വേഷണം ഒരു രീതിയിലും മുന്നോട്ട് പോകുന്നില്ല എന്ന ഒരു ആരോപണമാണ് കുടുംബം മുന്നോട്ട് വെച്ചത്. കാരണം സാധാരണ ക്രിമിനൽ കേസുകളിൽ പോലീസ് ആദ്യഘട്ടത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു രീതിയിലല്ല ഈ മാമി കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയതെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം ആദ്യ മണിക്കൂറുകളിൽ അല്ലെങ്കിൽ ആദ്യ ദിവസങ്ങളിൽ തന്നെ CCTV ദൃശ്യങ്ങളടക്കം ശേഖരിച്ച് വേണം പോലീസ് തെളിവ് ശേഖരണം നടത്താൻ. എന്നാൽ നഗരമധ്യത്തിലെ ഒറ്റ CCTVയിൽ നിന്നും മാമിയുടെ ദൃശ്യങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് കുടുംബം പറയുന്നു. സാധാരണഗതിയിൽ ഒരു തട്ടിക്കൊണ്ടുപോക്കൽ അല്ലെങ്കിൽ കാണാതാവൽ കേസ് ഉണ്ടാകുമ്പോൾ ഇത്തരത്തിൽ വിശദമായ പരിശോധന നടത്തും. എന്നാൽ ഇതുണ്ടായില്ല. ഇതിനുശേഷം ഈ കളത്തൂർ എന്ന ഒരു സ്ഥലം, ഈ കോഴിക്കോട് നഗരത്തിൽ നിന്ന് കുറച്ച് മാറിയുള്ള ഒരു സ്ഥലത്താണ് അദ്ദേഹത്തിന്റെ അവസാന മൊബൈൽ ടവർ ലൊക്കേഷൻ ലഭിച്ചത്. അവിടുത്തെ ഒരു വീട് കേന്ദ്രീകരിച്ച് അദ്ദേഹം എത്തിയിരുന്നു എന്ന ചില വിവരങ്ങളുണ്ട് എന്നൊക്കെ പോലീസ് അനൌദ്യോഗികമായി ഈ ചില മാമയുടെ സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞിരുന്നു. എന്നാൽ കുടുംബത്തോട് അക്കാര്യം പറഞ്ഞിട്ടില്ല. അവിടുത്തെ ഒരു വീട് കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തണമെന്നും ഒരു കിണർ പറ്റിച്ച് പരിശോധന നടത്തണമെന്നും ഒക്കെ ആദ്യഘട്ടത്തിൽ അറിയിച്ചെങ്കിലും പിന്നീട് അക്കാര്യവും ഉണ്ടായില്ല. ഇതിനുശേഷം മാമയുടെ വ്യക്തി കേന്ദ്രീകൃതമായ വിഷയങ്ങൾ കേന്ദ്രീകരിച്ച് മാത്രമാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോയത് എന്നാണ് കുടുംബം പറയുന്നത്. മറിച്ച് മാമിയുടെ അടുത്തിടെ ഉണ്ടായ ഒരു ദുബായ് യാത്ര, ആ ദുബായ് യാത്രയ്ക്ക് ശേഷം ഭാര്യയോട് പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ തികച്ചും ഒരു സന്തോഷവാനായ അല്ല മാമി കാണപ്പെട്ടത്. ഇനിയും ഒരിക്കൽ കൂടി ദുബായിക്ക് പോകേണ്ടതുണ്ട് എന്ന് മാമി പറയുകയും ചെയ്തതായി ആ ഭാര്യ പറയുന്നുണ്ട്. ഇത്തരം ഒരു സാഹചര്യത്തിലും ആ ദുബായ് യാത്ര കേന്ദ്രീകരിച്ചുള്ള യാതൊരു അന്വേഷണവും നടത്തിയില്ല. പിന്നീട് നഗരത്തിലെ തന്നെ 300 കോടിയോളം രൂപ വിലമതിക്കുന്ന ഒരു ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട അവസാന വട്ട നടപടിക്രമങ്ങളിലേക്ക് മാമി നീങ്ങിയിരുന്നു. എന്നാൽ ആ കച്ചവടം മുറുകി നിൽക്കുന്നതിനിടയിലാണ് മാമിയെ കാണാതാവുന്നത്. മാമിയെ കാണാതായി ഒരാഴ്ചയ്ക്ക് ശേഷം ആ ഭൂമിയുടെ ഇടപാട് പൂർണ്ണമായി നടക്കുകയും ചെയ്തു. ഇത് അങ്ങേയറ്റത്തെ ദുരൂഹത ഈ കേസിലുണ്ട് എന്നാണ് പറയുന്നത്. അതായത് പോലീസ് ആദ്യം മുതൽ തന്നെ ഒരു അലസ മനോഭാവം ഈ കേസിൽ സ്വീകരിച്ചു എന്നും പറയുന്നു. ഇതിനുശേഷം
ഏറ്റവും ഒടുവിൽ ഈ കാണാതായ ഏറെ നാൾ കഴിഞ്ഞപ്പോൾ ഒരു ക്രൈംബ്രാഞ്ച് അടക്കമുള്ള മറ്റ് ഏജൻസികൾ കേസ് അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ട് കുടുംബം സർക്കാരിനെ സമീപിച്ചിരുന്നു. അന്ന് ഏതാണ്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി ഉത്തരവിറങ്ങാൻ മാത്രം കാത്തിരിക്കുന്ന സാഹചര്യത്തിലാണ് ലോക്കൽ പോലീസിൽ നിന്നും അന്വേഷണം പ്രത്യേക അന്വേഷണ സംഘത്തിലേക്ക് എത്തിക്കുന്നത്. അത് ADGP അജിത് കുമാർ ഇടപെട്ടാണ്. അതായത് പോലീസിന്റെ പക്കൽ നിന്നും തന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ നിന്നും അന്വേഷണം ഒരു തരത്തിലും മറ്റൊരിടത്തേക്ക് പോകരുത് എന്ന ഒരു കൃത്യമായ കണക്കുകളോടുകൂടി അങ്ങനെ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു എന്നും കുടുംബം ആരോപിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഈ കേസിന്റെ ആദ്യഘട്ടം മുതൽ ഏറ്റവും ഒടുവിലുള്ള ഘട്ടം വരെ പരിശോധിച്ചാൽ ഇതിൽ മുഴുവൻ വീഴ്ചകളും പിഴവുകളും ഉണ്ട്. ഒരുപക്ഷെ PV അൻവർ MLA ഒരു രാഷ്ട്രീയ ആരോപണമായി ഇത് ഉന്നയിക്കപ്പെട്ടപ്പോൾ മാത്രമാണ് അതിന് ഒരു അർഹിക്കുന്ന പ്രാധാന്യത്തിൽ കൂടി സർക്കാരോ മറ്റാളുകളോ ഈ കേസിനെ കാണുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി. എന്തായാലും അൻവറിന്റെ വെളിപ്പെടുത്തലിന് ശേഷമാണ് കോടതിയിൽ ഈ കേസ് CBIക്ക് കൈമാറണമെന്ന് ആവശ്യപ്പെട്ട് കുടുംബം എത്തുകയും സർക്കാരിന് അതിൽ എതിർപ്പില്ല എന്ന് DGP കോടതിയിൽ അറിയിക്കുകയും ചെയ്തത്. എന്നാൽ അതിന് തൊട്ടു പിന്നാലെ അന്വേഷണം ക്രൈംബ്രാഞ്ചിലേക്ക് മാറ്റിക്കൊണ്ട് ഉത്തരവിടുകയും ക്രൈംബ്രാഞ്ച് സംഘം അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും കേരള പോലീസിലെ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് തങ്ങൾക്കൊരു അഭിപ്രായ വ്യത്യാസമില്ല. അജിത് കുമാറൊക്കെ ഒഴികെയുള്ള മറ്റേതെങ്കിലും മിടുക്കരായ ഉദ്യോഗസ്ഥർ ഈ കേസ് അന്വേഷിച്ചാൽ പരാതിയില്ല. അതുകൊണ്ട് CBI വേണമെന്ന് നിർബന്ധമില്ല. കേരള പോലീസിനെ തങ്ങൾക്ക് വിശ്വാസമാണ് എന്ന് തന്നെയാണ് കുടുംബം പറയുന്നത്. എന്തായാലും ആ അർത്ഥത്തിൽ അവർ പൂർണ്ണമായും നിലവിലെ അന്വേഷണ സംഘത്തോട് സഹകരിക്കുന്നുണ്ട്. നിലവിലെ അന്വേഷണ സംഘത്തിന്റെ രീതികളിൽ ആ കുടുംബത്തിന് തൃപ്തിയുണ്ട് എന്നുമാണ് അവർ പറയുന്നത്. എന്തായാലും ആദ്യം മുതൽ നമ്മൾ പരിശോധിക്കുമ്പോൾ സാധാരണ ഒരു മിസ്സിംഗ് കേസ് അല്ലെങ്കിൽ നഗരമധ്യത്തിൽ നിന്നും ഏറെ സമ്പന്നനായ കോഴിക്കോട് നഗരത്തിലെ ഏറ്റവും വലിയ ഭൂമിയിടപെടലുകൾ എല്ലാം നടത്തിക്കൊണ്ടിരുന്ന ആളാണ് മാമി. അതുകൊണ്ട് കോടികളുടെ ആസ്തിയുണ്ട്. 4 ഭാര്യമാർ അദ്ദേഹത്തിനുണ്ട്. അവരൊക്കെ ഒത്തുചേർന്നൊക്കെ പോകുന്ന ഒരു സാഹചര്യം. വളരെ വിപുലമായ സുഹൃത്ത് സംഘമുണ്ട്. ഈ ADGP അജിത് കുമാറിനെയൊക്കെ നേരിട്ട് മാമിക്ക് അറിയാമെന്ന് പലവട്ടം ഈ കുടുംബം പറഞ്ഞിട്ടുമുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ പോലും എന്താണ് ഇത്തരം ഒരു അലസ മനോഭാവം ഈ കേസിൽ കാണിച്ചതെന്ന ചോദ്യം തന്നെയാണ് ബാക്കിയാവുന്നത്. എന്തായാലും പുതിയ ക്രൈംബ്രാഞ്ച് സംഘം ഇക്കാര്യത്തിൽ ഒരു വഴി തെളിക്കും എന്നാണ് കുടുംബത്തിന്റെ പ്രതീക്ഷ. എന്തോ വിനോദ്, ഈ വിലക്കുണ്ടായി, അതായത് ADGP DIG IG വഴി റിപ്പോർട്ട് അയക്കാനായിരുന്നു DGPയുടെ നിർദ്ദേശം. അപ്പോൾ അത്തരത്തിലൊരു നിർദ്ദേശം ഇരിക്കെ അങ്ങനെ ഒരു മറികടക്കൽ അത് സാധ്യമാണോ ഈ SP-ക്കും ഒരു സിറ്റി പോലീസ് കമ്മീഷണർക്കും? വിനോദ് കേൾക്കാമോ? വിനോദിന്റെ ടെലിഫോൺ ലൈൻ കട്ടാണ്. എന്തായാലും വളരെ നിർണായകമായിട്ടുള്ള ഒരു തീരുമാനമാണ് മാമി തിരോധാന കേസിൽ. അത് DGPയുടെ ഒരു ഇടപെടൽ, അത് അതൃപ്തി അറിയിക്കുകയാണ്. വിലക്കിയിട്ടും റിപ്പോർട്ടുകൾ ADGP വഴി അയച്ചു എന്നുള്ളതാണ്. അനീഷ്, ഇപ്പോൾ DGPയുടെ ഈ ഒരു അതൃപ്തി പരസ്യമാക്കൽ, അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ADGP അതിലൊരു ഇടപെടൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ADGPയുടെ പേര് അവിടെ കൊണ്ടുവരുന്നതും PV അൻവർ MLA ആണ്, നേരത്തെ സൂചിപ്പിച്ചു. SP ശശിധരനും കോഴിക്കോട് കമ്മീഷണറും ഇങ്ങനെ നിർദ്ദേശം അവഗണിച്ചു എന്ന് പറയുമ്പോൾ അത്തരത്തിലൊരു ആക്ഷേപം ഈ കുടുംബത്തിനുണ്ടോ മാമിയുടെ? തീർച്ചയായും കുടുംബത്തിന് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ മുതൽ പോലീസിന്റെ നടപടിക്രമങ്ങളിൽ തികച്ചും അസ്വാഭാവികത ഉണ്ട് എന്നവർ പറയുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ഈ കോഴിക്കോട്ട് നടക്കുന്ന കേസ് അന്വേഷിക്കാൻ എന്തിന് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയെ ശശിധരൻ നിയോഗിച്ചു എന്നൊരു ചോദ്യമാണ് ഉള്ളത്. ശശിധരന്റെ ട്രാക്ക് റെക്കോർഡിലൊക്കെ കുടുംബത്തിന് അതൃപ്തി ഇല്ലെങ്കിൽ പോലും ഇതൊരു അസ്വാഭാവികമായ നടപടിക്രമമാണ് എന്ന് തന്നെ കുടുംബം പറയുന്നു. കാരണം ഒരു ജില്ലാ പോലീസ് മേധാവി എന്ന നിലയിൽ ആ ജില്ലയിലെ തിരക്കിൽ പൂർണ്ണമായും വ്യാപൃതനാകുമ്പോൾ അദ്ദേഹത്തിന് എങ്ങനെ മറ്റൊരു ജില്ലയിലെ ആ കേസിൽ കാര്യക്ഷമമായ അന്വേഷണം നടത്താൻ കഴിയും? കോഴിക്കോട് ജില്ലയിൽ തന്നെയുള്ള ഉദ്യോഗസ്ഥരായിരുന്നെങ്കിൽ ഒരുപക്ഷെ കുറച്ചുകൂടി ക്രിയാത്മകമായി ഈ പോലീസ് സംവിധാനങ്ങൾ അദ്ദേഹത്തോടുകൂടി സഹകരിക്കുമായിരുന്നു എന്നും പറയുന്നു. ഒപ്പം ആദ്യ ഘട്ടത്തിൽ ഈ പോലീസിന്റെ അന്വേഷണം എഴുന്നില്ലെങ്കിപ്പോഴും ആ സമയത്തും ആ കേസിന്റെ റിപ്പോർട്ടിംഗ് നടന്നിരുന്നത് ADGPക്ക് നേരിട്ടാണ്. ഇതിനുശേഷം പിന്നീട് ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലേക്ക് നീങ്ങുന്നു എന്ന് കണ്ടപ്പോൾ വളരെ ധൃതി പിടിച്ച് ഈ ഉത്തരവിറങ്ങാൻ മാത്രം അവശേഷിക്കെ മണിക്കൂറുകൾക്കുള്ളിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുകയും അതിന്റെ തലവനായി ഈ മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയെ ചുമതലപ്പെടുത്തുകയായിരുന്നു. ആ അന്വേഷണ സംഘത്തിന്റെയും റിപ്പോർട്ടിംഗ് ഉദ്യോഗസ്ഥനായി ADGP തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്താൽ അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചിലേക്ക് നീങ്ങിയാൽ അത് ഈ റിപ്പോർട്ടിംഗ് ഉദ്യോഗസ്ഥന്റെ ഹൈറാർക്കിയിൽ മാറ്റം വരും. അത് ഒരുപക്ഷെ മറ്റ് ക്രൈംബ്രാഞ്ചിനാവും നേരിട്ട് റിപ്പോർട്ടിംഗ് പോവുക. അത് ഒഴിവാക്കാനാണ് തിടുക്കപ്പെട്ട് ഇക്കാര്യത്തിൽ ഇടപെട്ട് ADGP തന്നെ പുതിയൊരു സംഘത്തെ നിയോഗിച്ചതാണ് എന്നാണ് ഇപ്പോൾ കുടുംബം ആരോപിക്കുന്നത്. അതായത് കേസിന്റെ ആദ്യഘട്ടം ലോക്കൽ പോലീസ് അന്വേഷിച്ചപ്പോൾ ഏതാണ്ട് അയകുഴമ്പൻ നിലപാട് സ്വീകരിക്കുന്നു. അതിന്റെ റിപ്പോർട്ടിംഗ് ഉദ്യോഗസ്ഥൻ ADGP. അതിനുശേഷം ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലേക്ക് നീങ്ങുമെന്ന ഘട്ടം വന്നപ്പോൾ അത് വളരെ പെട്ടെന്ന് ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുകയും ആ സംഘത്തിന്റെ റിപ്പോർട്ടുകൾ വീണ്ടും ADGP കിട്ടുകയും ചെയ്യും. അതായത് ഈ അന്വേഷണത്തിന്റെ കടിഞ്ഞാൻ ചരട് എപ്പോഴും അദ്ദേഹത്തിന്റെ കൈവശം തന്നെ ഇരിക്കുന്ന രീതിയിലാണ് ഈ
നടപടിക്രമങ്ങളൊക്കെ കൈക്കൊള്ളുക എന്നാണ് പറയുന്നത്. എന്തായാലും 300 കോടി രൂപയുടെ ഏറ്റവും ഒടുവിൽ നടന്ന ഇടപാടുകളെ ചൊല്ലി തന്നെയാണ് കുടുംബത്തിന് ഇപ്പോഴും സംശയം. അതുമായി ബന്ധപ്പെട്ട ഒരു വലിയ ശൃംഖല തന്നെ ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കാം എന്നും കുടുംബം സംശയിക്കുന്നു. ഒപ്പം മറ്റൊരു ശ്രദ്ധേയമായ കാര്യം, ഈ മാമി വധവുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിലൊക്കെ മാമിയുടെ ചില കോഴിക്കോട്ടെയും പൊതുവെയുള്ള വ്യവസായ മേഖലയിൽ അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ സുഹൃത്തുക്കളൊക്കെ കുടുംബത്തിനൊപ്പം നിലയുറപ്പിച്ചിരുന്നു. എന്നാൽ പിന്നീട് ഈ സുഹൃത്തുക്കൾ പലരും ഓരോ ഘട്ടത്തിലായി അപ്രത്യക്ഷമായി അനീഷ, ഇപ്പോൾ മുൻ SP സുഭാഷ് ബാബു ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ സുഭാഷ് ബാബു, ഇപ്പോൾ DGPയുടെ ഒരു വിലക്ക് ലംഘിക്കുക, അതായത് അങ്ങനെ ഒരു നിർദ്ദേശമുണ്ട് ADGP വഴി അത് വേണ്ട എന്നുള്ളത്, പക്ഷേ അതും മറികടന്ന ഇത്തരത്തിൽ ഒരു ഇടപെടൽ ADGP നടത്തുന്നുണ്ടെങ്കിൽ അത് ആ സംവിധാനത്തിലെ പ്രശ്നമല്ലേ? തീർച്ചയായിട്ടും. അതായത് DGPയുടെ മേളിൽ സൂപ്പർ DGP എന്ന് പറയുമ്പോൾ ചില സംസ്ഥാനങ്ങളിലൊക്കെ ആക്ടിംഗ് DGP എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിപ്പോ എന്താന്ന് പറഞ്ഞാല് DGP ഉണ്ട്, DGP ഉള്ളപ്പോ തന്നെ വേറൊരു ആക്ടിംഗ് DGP. അപ്പം DGPയെ നിശബ്ദനാക്കിക്കൊണ്ട് ADGP ഒരു ആക്ടിംഗ് DGP ആയിട്ട് ഗവൺമെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നേരിട്ട് ഇടപെടുന്നു എന്നുള്ളതാണ്. അത് വേണ്ട എന്ന് പറഞ്ഞാലും കേൾക്കാൻ സൗകര്യമില്ല, എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ചെയ്തു എന്ന് പറഞ്ഞാൽ അച്ചടക്ക നടപടിയോ എന്തെങ്കിലും എടുക്കണമെങ്കിൽ ഗവൺമെന്റാണ് എടുക്കേണ്ടത്. അദ്ദേഹത്തിന്റെ ഗവൺമെന്റുമായുള്ള ചാനൽ വളരെ ക്ലിയർ ആണ്. അതുകൊണ്ട് ഇതിനിപ്പോ DGP എന്ന് പറയുന്ന വ്യക്തി അപ്രസക്തനായി പോവുകയാണ്. ഇതിൽ മറ്റൊരു കാര്യം, ഈ SP-യും കോഴിക്കോട് കമ്മീഷണറും ഈ നിർദ്ദേശം അവഗണിച്ചു അത്രേ. അപ്പോൾ അവർക്കും അങ്ങനെയാണെങ്കിൽ ഈ പോലീസ് സേനയ്ക്കുള്ളിൽ പോലും DGP-യേക്കാൾ മുകളിലാണോ ADGP എന്നൊരു തോന്നലുണ്ടോ? തീർച്ചയല്ലേ, അതാണല്ലോ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്, വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പം DGP വന്നതിന് ശേഷം അതിന് മുമ്പത്തെ DGP ആയാലും അതിന് മുമ്പത്തെ DGP ആയിട്ട് പറഞ്ഞാലും ശരി, അദ്ദേഹത്തിന് താല്പര്യമൊന്നുമില്ല, അദ്ദേഹം ഒഴിഞ്ഞുകളയും, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തു എന്ന് പറയുന്നത്. അപ്പൊ അതിന് രണ്ടാമത് ഇതിന് തൊട്ടു മുമ്പുള്ള DGP ആയപ്പോൾ ഇത് തന്നെ അദ്ദേഹത്തിനെ ബൈപ്പാസ് ചെയ്തിട്ടാണ് കാര്യങ്ങളൊക്കെ പറയുന്നത്. അദ്ദേഹത്തിന് കാര്യങ്ങളൊന്നും അറിയുന്നില്ല. നിങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, അദ്ദേഹത്തിന് അറിയില്ല ആരാണ് ഉത്തരം പറഞ്ഞുകൊണ്ടിരുന്നതെന്നും ഇതിന്റെ ഉത്തരവാദി അദ്ദേഹം അല്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അതേ കാര്യം അതേ സംഗതി തുടരുകയാണ്. അപ്പൊ ഗവൺമെന്റിന്റെ വഴി ഗവൺമെന്റ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഗവൺമെന്റ് സംവിധാനം കഴിഞ്ഞാൽ ADGP-യിലേക്കാണ് ബന്ധപ്പെടുന്നത്. ADGP കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിൽ, കാരണം അദ്ദേഹം പറഞ്ഞാൽ കാര്യങ്ങൾ നിയന്ത്രിക്കപ്പെടും എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന്റെ താഴെയുള്ള ഉദ്യോഗസ്ഥന്മാരും അദ്ദേഹത്തിനെ അനുസരിക്കുന്നു, അദ്ദേഹം പറയുന്ന മാതിരി തന്നെ പ്രവർത്തിക്കുന്നു എന്നുള്ള സംവിധാനമാണ് ഉള്ളത്. കാരണം DGP എന്ന വ്യക്തി നോക്കുകുത്തിയാണ് എന്നുള്ളത് അറിയാം. അദ്ദേഹത്തിനെ അങ്ങനെ നോക്കുകുത്തി ആക്കിയിട്ട് ഭരിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഘടകം. അല്ല, അപ്പോഴും ഒരു സംശയം നിൽക്കുന്നത്, ഇപ്പോൾ DGP നിർദ്ദേശം നൽകുകയാണ് DIGO IGO വഴി റിപ്പോർട്ട് അയക്കാൻ. DIGO IGO വഴി റിപ്പോർട്ട് അയക്കുക എന്നുള്ള ഒരു റിട്ടേൺ ഒരു ഫയലിൽ എഴുതി കൊടുത്തിട്ടുണ്ടാവുമല്ലോ അദ്ദേഹം. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ബൈപ്പാസ് ചെയ്യുക എന്നുള്ളതാണ് സംശയം. ഒരു കള്ളാസിനകത്ത് എഴുതിക്കൊടു ഉത്തരവാണ്, ഇല്ലെങ്കിൽ തന്നെയും DGP അല്ലേ കൊടുക്കേണ്ടത്. ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട റിപ്പോർട്ട് ഗവൺമെന്റിൽ പോകുന്ന എല്ലാ റിപ്പോർട്ടുകളും DGP അടുത്തത്, DGP അത് പരിശോധിച്ചതിന് ശേഷം DGP ആണ് അങ്ങോട്ട് അയക്കുക, അതിനെ പറ്റി ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യും. ഇപ്പൊ DGP എന്ന് പറയുന്നത് ഒരു അന്യസ്ഥാനീയനായിരിക്കുന്നു. അദ്ദേഹം ആ സ്ഥാനത്തിന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാതെ ADGP ആക്ടിംഗ് DGP ആയിട്ട് ഗവൺമെന്റുമായിട്ട് നേരിട്ട് ബന്ധപ്പെടുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് റിപ്പോർട്ടുകളൊക്കെ ഗവൺമെന്റിന് താല്പര്യമുള്ള റിപ്പോർട്ടുകളൊക്കെ അദ്ദേഹം വഴി തന്നെ പോണം. കാരണം അത് കൊടുക്കണോ നോക്കണോ അല്ലെങ്കിൽ തമസ്കരിക്കണോ എന്ന് തീരുമാനിക്കാനുള്ള ചാനൽ ക്ലിയറാണ്. ആ ചാനലിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ യാഥാർത്ഥ്യം. റൈറ്റ്. എന്തായാലും താങ്കൾ സൂചിപ്പിച്ച പോലെ അവിടെ ഒരു ആക്ടിംഗ് DGP ആയിരുന്നു ADGP എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വളരെ നന്ദി ശ്രീ സുഭാഷ് ബാബുവിന് SP പ്രതികരിച്ചതിന്. VV വിനോദ് തുടരുന്നുണ്ട്. വിനോദ്, ഇപ്പൊ ഞാൻ ചോദിച്ചത് എങ്ങനെയാണ് ഇത്തരത്തിൽ DGP ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ മറികടക്കാൻ കഴിയുക എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഒരു പോലീസ് ഒരു ജില്ലയിലെ SP-ക്കോ അല്ലെങ്കിൽ ഒരു നഗരത്തിലെ കമ്മീഷണർക്കോ DGP-യുടെ നിർദ്ദേശം ലംഘിക്കാൻ കഴിയുമോ? എന്തോ ഈ വിവാദങ്ങൾ ഉണ്ടായിരുന്നൊരു നിർദ്ദേശം നൽകിയിരുന്നത്. അതായത് ഒരുപക്ഷെ മാമിയുടെ കുടുംബാംഗങ്ങൾ തന്നെ സംശയിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ADGP-യുടെ ഇടപെടലിൽ ദുരൂഹത ആരോപിക്കുന്ന സാഹചര്യം, ഇത് DGP-യുടെ മുന്നിലേക്ക് ഈ കാര്യം നേരത്തെ തന്നെ എത്തിയിരിക്കണം. അതുകൊണ്ടാകണം അദ്ദേഹം ഇങ്ങനെ DIG വഴിയോ അല്ലെങ്കിൽ IG വഴിയോ അന്വേഷണത്തിന്റെ പുരോഗതി അത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ നൽകേണ്ടത് ആ വഴിയിലൂടെ ആകണമെന്ന നിർദ്ദേശം നൽകിയത്. എന്നാൽ ആ സമയത്ത് ഇങ്ങനെ ഒരു വിവാദം ഉയർന്നു വന്നില്ല. അതുകൊണ്ട് തന്നെ അത് കാര്യമായ
നടപടികളോ അല്ലെങ്കിൽ പിന്നീട് ഒരു നിരീക്ഷണമോ ഇല്ലാതെ പോയിരിക്കാം. ഇപ്പോൾ ഏതായിരുന്നാലും DGP അക്കാര്യത്തിൽ ഒരു ശക്തമായ നടപടി ഏത് സാഹചര്യത്തിലാണ് തന്റെ നിർദ്ദേശം ലംഘിക്കപ്പെട്ടത് ഇക്കാര്യത്തിൽ വിശദീകരണം ചോദിക്കാനാണ് DGPയുടെ തീരുമാനം. അത് സിറ്റി പോലീസ് കമ്മീഷണർ അതോടൊപ്പം തന്നെ ഈ SP ഈ രണ്ടുപേരെടുത്തും ഈ തരത്തിലുള്ള ചോദ്യം ഉന്നയിക്കുന്നു. അതിനർത്ഥം ADGP അജിത് കുമാർ ഈ കേസിൽ വല്ലാതെ ഇടപെട്ടു എന്ന് തന്നെയാണ്, അല്ലെങ്കിൽ വഴിവിട്ട ഇടപെടൽ നടത്തി ഇത് തന്റെ കയ്യിൽ നിന്ന് ഈ കേസിന്റെ അന്വേഷണ റിപ്പോർട്ടുകളോ വിശദാംശങ്ങളോ പുറത്തു പോകരുതെന്ന് ആഗ്രഹിച്ചു എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങൾ. ആ ആക്ഷേപങ്ങളെ തുടർന്നാണ് ഇപ്പോൾ ഏതായിരുന്നാലും ഇങ്ങനൊരു നടപടിക്ക് DGP തയ്യാറാകുന്നത്. എന്തിന് പല കേസുകളിലും ADGP MR അജിത് കുമാർ അമിത താല്പര്യം എടുത്തു, അല്ലെങ്കിൽ തന്റെ കയ്യിൽ നിന്ന് ആ കേസിന്റെ വിശദാംശങ്ങൾ പുറത്തേക്ക് പോകരുത് എന്ന് ആഗ്രഹിച്ചു. ഈ ചോദ്യങ്ങൾക്കെല്ലാം തന്നെ മറുപടി കിട്ടേണ്ടതുണ്ട്. ഏതായാലും PV അൻവർ ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെയാണ് ഈ നടപടികളെല്ലാം DGP ശക്തമാക്കിയിരിക്കുന്നത്. എൽദോ, ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. PV അൻവറിന്റെ ആരോപണങ്ങളുടെ അടുത്തൊരു ഘട്ടത്തിലേക്കാണ് ഇത്. നിരവധിയായിട്ടുള്ള വിഷയങ്ങളിൽ അൻവർ ഉന്നയിച്ച അഡ്വക്കേറ്റ് റഫ്താസ് പി പാറയിൽ ഇപ്പോൾ നമ്മോടൊപ്പമുണ്ട്. അഡ്വക്കേറ്റ് റഫ്താസ്, ഈ താങ്കൾ ഈ കേസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അഭിഭാഷകനാണല്ലേ? ഈ DGP ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയിരുന്നു, അത് മറികടന്ന് ADGP ഇടപെട്ടിരുന്നു എന്നുള്ള ഒരു വിവരമാണ്. അതിന്റെ അതൃപ്തി ഇപ്പോൾ വ്യക്തമാക്കുകയാണ്, വിശദീകരണം തേടുകയാണ്. DGP എങ്ങനെ ഒരു SP-ക്കും കമ്മീഷണർക്കും ഇത്തരത്തിൽ ഇടപെടാൻ കഴിയുമെന്നുള്ളത് എനിക്കറിയില്ല. എങ്കിൽ പോലും അത്തരത്തിലൊരു സംശയം നിങ്ങൾക്കുണ്ടായിരുന്നോ കുടുംബത്തിന്? ഞങ്ങളുടെ ആക്ച്വലി ഈ കേസ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. കാരണം കഴിഞ്ഞ 1 year ആയിട്ട് നമുക്കൊരു ഫൈനലായിട്ടൊരു എവിടെയും ഡിസിഷൻ എത്താൻ പറ്റിയിട്ടില്ല. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ 1/10 ഹൈക്കോടതിയിൽ കേസ് നടക്കുന്നത്. ഈ അന്വേഷണ സംഘത്തിലല്ല ആയിരുന്നോ നിങ്ങൾക്ക് അതിർത്തി? അതായത് ഈ നേരത്തെ ഉണ്ടായിരുന്ന ടീംസ് SIT-യിൽ ഞങ്ങൾക്ക് ഒട്ടും വിശ്വാസമില്ല. ക്രൈംബ്രാഞ്ചിൽ ഞങ്ങൾ വലിയ കുഴപ്പമില്ല. പിന്നെ ഞങ്ങൾ കുറച്ചുകൂടെ സാറ്റിസ്ഫൈഡ്. SIT ലീഡ് ചെയ്ത ആരായിരുന്നു? നേരത്തെ ഉണ്ടായിരുന്നത് പ്രകാശ് സാർ ആയിരുന്നു. അതായത് അവിടുത്തെ അദ്ദേഹത്തിന്റെ പോസ്റ്റ് മറ്റേ നേരത്തെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് നമ്മുടെ ADGP-യുടെ അണ്ടറിൽ തന്നെ വരുന്നൊരു അവരൊന്ന് ആ വിങ്ങനായിരുന്നു ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൽ പ്രശ്നം എന്ന് വെച്ചാൽ നേരത്തെ SIT-യിൽ ഉണ്ടായിരുന്ന 10 പേരിൽ 8 പേരും നേരത്തെ നടക്കാവ് സ്റ്റേഷൻ ആ ടീമിലുണ്ടായിരുന്നതായിരുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും ഞങ്ങളിപ്പോ 1/10 ഞങ്ങൾ കേസിൽ ഹൈക്കോടതിയിൽ നടക്കുന്ന സമയത്ത് നമ്മൾ ക്രൈംബ്രാഞ്ചിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടതന്നെ നമ്മൾ നിൽക്കും. ഓക്കെ, അല്ല അവർക്ക് അവർ റിപ്പോർട്ട് ചെയ്തിരുന്നത് ആരെയാണ്? ഹലോ, ആ SIT സംഘം റിപ്പോർട്ട് ചെയ്തിരുന്നത് ആരെയാണ്? SIT നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന നടക്കാവ് സ്റ്റേഷനിൽ വെച്ചിട്ടായിരുന്നു നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതിൽ വെച്ചിട്ടാണ് SIT നേരത്തെ റിപ്പോർട്ട് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും എഴുതിയിട്ട് തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇതിൽ ഈ SP-ക്കും പോലീസ് കമ്മീഷണർക്കും എന്ത് പങ്കുണ്ട് എന്ന് കരുതുന്നു അഡ്വക്കേറ്റ്? ഞങ്ങളിതിൽ നേരത്തെ ഞങ്ങൾ ആ വിങ്ങിൽ തൃപ്തരല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഞങ്ങൾ പോയത്. ആക്ഷൻ കമ്മിറ്റിയും ഫാമിലിയും എല്ലാം കൂടി ഞങ്ങൾ ഒരുമിച്ച് ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്യാനുള്ള കാരണം അതാ. കാരണം 1 year ആയിട്ട് ഒരു റിസൾട്ട് വരുന്നില്ല, ഒരു അറസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അവർ 350 പേരെ എടുത്ത് ചോദ്യം ചെയ്തു എന്ന് പറഞ്ഞ് വലിയ റിപ്പോർട്ട്സ് ഉണ്ടെന്ന് പറയല്ലാതെ സാധാരണ അപ്ഡേറ്റ് ചെയ്യണ്ടേ? അവരുടെ ഫാമിലി മെമ്പേഴ്സിനെ വിളിച്ച് അവരെന്തൊക്കെയാ നടന്നിരിക്കുന്ന കാര്യങ്ങൾ അറ്റ്ലീസ്റ്റ് അവർ ചെയ്യണ്ടേ? ഒരുപാട് പേരെ ഞാൻ മനസ്സിലാക്കി എന്താന്ന് വെച്ചാൽ അധിക പേരെയും അവർ ഫോണിൽ വിളിച്ച് സംസാരിച്ചതാണ്. ഇപ്പൊ ഹൈക്കോടതി റിപ്പോർട്ട് ചോദിച്ചതിന് ശേഷം മാത്രമാണ് കാര്യങ്ങൾ കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിരിക്കുന്നത്. ഈ അന്വേഷണ സംഘം ഈ ഇദ്ദേഹത്തിന്റെ മാമിയുടെ ടെലിഫോൺ കേന്ദ്രീകരിച്ചു അത്തരത്തിലൊരു സയന്റിഫിക് അന്വേഷണത്തിലേക്കൊന്നും കടന്നിട്ടുണ്ടായിരുന്നില്ലേ ഒരു ഘട്ടത്തിലും? സ്റ്റാർട്ടിങ്ങിൽ അവരുണ്ടെന്ന് പറഞ്ഞു. കാരണം എന്താന്ന് വെച്ചാൽ ഇത് CC ക്യാമറയും ക്യാമറയും കാര്യങ്ങളും എല്ലാത്തിനും ഒരു ലിമിറ്റേഷനും ഇല്ലേ, സ്റ്റോറേജിന് കപ്പാസിറ്റി ഇല്ലേ? കാരണം 1 year കഴിഞ്ഞൊരു സാധനം വീണ്ടും വരുന്ന സമയത്തിലൊരു ബുദ്ധിമുട്ടില്ലേ? നമ്മൾ ഇത്രയും ഡിലേ വരുന്ന സമയത്ത്, കാരണം ഇത് നമ്മളിവിടെ സമയത്തോളം ശരിക്കും പറഞ്ഞാൽ കാലിക്കറ്റ് സിറ്റി ഹാർട്ട് ഓഫ് സിറ്റി CD ടവർ ആണ്. അതിന് ചുറ്റുവട്ടത്ത് ഒരുപാട് ക്യാമറകളുണ്ട്. നമുക്ക് എങ്ങനെ പോയി കഴിഞ്ഞാലും ആ സമയത്ത് കുറച്ചും കൂടെ കാര്യങ്ങൾ ഫാസ്റ്റ് ആക്കുമായിരുന്നെങ്കിൽ ഇത്ര വലിയ കാര്യങ്ങൾ കുറച്ചുകൂടെ സ്മൂത്തായി നടന്നേനെ. ഈ PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ അത് വിശ്വസിക്കുന്നുണ്ട്? ADGP തുടർച്ചയായി ഇടപെട്ടു എന്ന് കരുതുന്നുണ്ടോ നിങ്ങൾ? അല്ല, കാരണം തീർച്ചയായിട്ടും ഒരു തെളിവില്ലാതെ പറയത്തില്ലല്ലോ. കാരണം ഇത് അത് മാത്രമല്ല, അന്ന് ആക്ഷൻ കമ്മിറ്റി ഇവിടെ ഒരു ധർണ നടത്തിയിട്ടുണ്ടായിരുന്നു ബസ് സ്റ്റാൻഡിന്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് കാലിക്കറ്റ്. ആ സമയത്ത് അന്ന് ADGP കാലിക്കറ്റിലുണ്ട്.
ആ സമയത്ത് അന്ന് വന്നിട്ടുണ്ട്. കാരണം ഞങ്ങൾ മനസ്സിലാക്കുന്ന വെച്ചാൽ വളരെ അന്വേഷണം ആ ഒരു സമയത്ത് ഒന്നും ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ 10 മാസങ്ങളായിട്ട് എന്തെങ്കിലും ഒരു റിസൾട്ട് വരാത്തതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ കോടതിയെ സമീപിച്ചത്. ADGP അന്ന് കോഴിക്കോട് വന്നത് എന്തിനായിരുന്നു? കോഴിക്കോട് ഇതിന് അന്വേഷണത്തിന് വന്നു എന്നാണ് ഞങ്ങൾ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അതിനുശേഷം ഫാമിലിനെ വിളിക്കുകയെ അവരുടെ അടുത്ത് കാര്യങ്ങൾ സംസാരിക്കുക, എന്താണ് ഇതിന്റെ പ്രസന്റ് സിറ്റുവേഷൻ എന്താണെന്ന് പറയുകയൊന്നും ചെയ്തിട്ടില്ല. എപ്പോഴെങ്കിലും ഫാമിലിയിലെ ആളുകളുമായി അദ്ദേഹത്തിന്റെ ഒന്നുമില്ല. അവർക്ക് പല വിവരങ്ങളും പുറത്തുനിന്ന് കിട്ടുക എന്നല്ലാതെ അവർ ആരെയും വിളിക്കുക കാരണം ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു മിസ്സിംഗ് കേസ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കത് കിഡ്നാപ്പിംഗ് സംശയം ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കോടതി സ്റ്റേഷൻ എന്താ ചെയ്യുക? അവരെ ഫാമിലി മെമ്പേഴ്സിനെ വിളിച്ച് അപ്ഡേറ്റ് ചെയ്യണ്ടേ കാര്യങ്ങൾ ഇങ്ങനെയാണ്, നമുക്ക് അതിനനുസരിച്ച് ഇത്ര ഡെവലപ്മെന്റ്സ് വന്നിട്ടുണ്ടെന്ന് പറയും. ഇതിലൊന്നുമില്ല. ഒരു ഡ്രൈവർ സെക്ഷൻ 41 പ്രകാരം നോട്ടീസിന് ഹൈക്കോടതി അയാളെ സ്റ്റേഷനിൽ വിളിപ്പിച്ചപ്പോൾ അയാൾ ഹൈക്കോടതിയിൽ പോയി. അയാൾ ഹൈക്കോടതിയിൽ പോയി നോട്ടീസ് എടുത്തു, ഫയൽ ചെയ്ത് ഇനി അയാളെ ഇല്ലാതെ വിളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഓർഡർ എടുത്തു. ഇതില് ഒരുപാട് പേര് നമുക്ക് സംശയമുള്ള ലിസ്റ്റുകൾ തന്നെ പലതും കൊടുത്തിട്ടുണ്ട്. അവരെയൊക്കെ വിളിപ്പിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യണമായിരുന്നു. നിങ്ങൾക്ക് സംശയമുള്ളവരിൽ ഈ കമ്മീഷണറും SP ഉണ്ടോ? അല്ല, ഇല്ല, അതൊന്നുമില്ല. ഞങ്ങൾ ജസ്റ്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അല്ല, അല്ലാത്ത രീതിയിൽ തന്നെ ഞങ്ങൾക്ക് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഇടപെടൽ നടത്തിയെന്ന് തോന്നുന്നതിൽ SP-യും കമ്മീഷണറും ഉണ്ടോ ഈ കേസ് മെല്ലപ്പോക്കാക്കുന്നതിൽ? ഇല്ല, ഞങ്ങൾ അതായത് അവർക്ക് സ്വാധീനമുള്ളവരാണ്. നമ്മൾ സംശയമുള്ളവർ, ഞങ്ങൾക്ക് സംശയമുള്ളവർക്ക് സമുദായത്തിൽ അത്രയും സ്വാധീനങ്ങളും ഉള്ളവരാണത്. അതിൽ മാറ്റമൊന്നുമില്ല. ഈ നിലവിലത്തെ അന്വേഷണത്തിൽ നിങ്ങൾ തൃപ്തരാണ് അല്ലേ? ഇപ്പൊ നിലവിലുള്ളത് ഞങ്ങൾ തൃപ്തരാണ്. അവര് എന്തായാലും ഞങ്ങളുടെ വിശ്വാസപ്രകാരം അടുത്ത മാസം 1-ാം തീയതി ഹൈക്കോടതിയിൽ അവർ റിപ്പോർട്ട് കൊണ്ടുവരുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഞങ്ങൾ. അതിനൊട്ടും സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ കുടുംബം എന്തായാലും CBI ആവശ്യപ്പെടും. ഇപ്പോഴത്തെ അന്വേഷണ സംഘം ഈ കുടുംബവുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ടോ? ഞങ്ങൾ ലാസ്റ്റ് അതെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്ഡേഷൻ തരുന്നുണ്ട്. അതെ അതെ. ശരി, ഓക്കെ. താങ്ക് യു സോ മച്ച്. അഡ്വക്കേറ്റ് റഫ്താസ് ആണ് പ്രതികരിച്ചത്. മാമി തിരോധാന കേസിൽ ഒരു നിർണായകമായിട്ടുള്ള ഒരു സാഹചര്യം വരികയാണ്. PV അൻവർ MLA ഉന്നയിച്ച ആരോപണം, അതിൽ ADGP-യുടെ പങ്ക് അന്വേഷിക്കേണ്ടി വരും എന്നുള്ള ഒരു ആരോപണം. അതിന് പിന്നാലെ ഇപ്പോൾ DGP അതൃപ്തി അറിയിക്കുകയാണ്. ADGP DGP-യുടെ നിർദ്ദേശത്തെ മറികടന്ന് നേരിട്ട് ആ കേസിൽ ഇടപെട്ടു എന്നുള്ള സൂചനകൾ വരുന്ന തരത്തിലുള്ള വലിയ വിവരമാണ് ഇപ്പോൾ VV വിനോദ് റിപ്പോർട്ട് ചെയ്ത് തിരുവനന്തപുരത്ത്. ന്യൂസ് ടൈംസിൽ ഇടവേള.